നാം ഇന്നലെ സിഫത്തുകളെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അറബി ഭാഷ അതിൽ 29 അക്ഷരങ്ങളുണ്ട്. അതിനതിൻ്റെതായ പ്രത്യേക മഖ്റജുണ്ട്, അഥവാ അത് പുറപ്പെടുവിക്കേണ്ടുന്ന സ്ഥലമുണ്ട്. അതേ സമയത്ത് തന്നെ അത് പുറപ്പെടുമ്പോൾ ഉണ്ടാവേണ്ടുന്ന പ്രത്യേക രൂപമുണ്ട്, ശബ്ദമുണ്ട്. അതിനാണ് സിഫത്ത് എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു, അജിദു ഖത്ഇം ബക്കത്ത് അഥവാ ഷിദ്ദത്തി എന്ന് പറയുന്ന സിഫത്ത്, ഷിദ്ദത്തി എന്ന് പറയുന്ന സിഫത്തുകളുള്ള അക്ഷരങ്ങൾ അജിദു ഖത്ഇം ബക്കത്ത് എന്നാണ് നമ്മൾ പറഞ്ഞു. എന്തിനാണ് ഈ ഷിദ്ദത്തി എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അഥവാ ഒരു അക്ഷരത്തിന്റെ ശബ്ദം പുറപ്പെടണമെങ്കിൽ 2 സ്ഥലം തമ്മിൽ പ്രവർത്തിക്കണം. കൈയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴേ ശബ്ദം ഉണ്ടാവുള്ളൂ എന്നതുപോലെ ഒരു അക്ഷരം പുറപ്പെടണമെങ്കിൽ ശബ്ദം ഉണ്ടാവണമെങ്കിൽ 2 സ്ഥലം തമ്മിൽ പ്രവർത്തിക്കണം. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ചില അക്ഷരങ്ങളുടെ ആ 2 അവയവം തമ്മിൽ പൂർണ്ണമായിട്ടും ടച്ചാവുന്ന ഒരവസ്ഥ, അഥവാ ടച്ചായി കഴിഞ്ഞാൽ ഉള്ളിൽ നിന്നുള്ള ശ്വാസം പുറത്തേക്ക് പോവാത്ത ഒരവസ്ഥ, ഈ അവസ്ഥയിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളുണ്ട്. അങ്ങനെയുള്ള അക്ഷരങ്ങൾക്കുള്ള ആ സുഖത്തിനെയാണ് ഷിദ്ദത്ത് എന്ന് പറയുന്നത്. അത് ആ അക്ഷരങ്ങൾ അജിദു ഖത്ഇം ബക്കത്ത് എന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസം, സുക്കൂനൊക്കെ ആവുന്ന സമയത്ത് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ പ്രയാസത്തിൽ നിന്നിട്ട് പ്രയാസം ഇല്ലാതാവുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ അറബികൾ സ്വീകരിച്ച കാര്യങ്ങളാണ് ഒന്ന് ഖൽഖല, മറ്റൊന്ന് ഹംസ് അഥവാ അജിദു ഖത്ഇം ബക്കത്ത് എന്ന അക്ഷരങ്ങളിൽപ്പെട്ട ചില അക്ഷരങ്ങളാണ് എന്നുള്ളത്. ഇവയ്ക്ക് സുക്കൂനാകുമ്പോൾ ഉച്ചരിക്കാനുള്ള പ്രയാസം നീങ്ങാൻ വേണ്ടിയിട്ട് അതിന് ഖൽഖല എന്ന സിഫത്ത് കൊടുത്തു. അതുകൊണ്ട് തന്നെ എന്ന് പറയാൻ പറഞ്ഞ് കാഫിന് സുക്കൂനാകുമ്പോൾ എന്ന് ഉച്ചരിക്കാൻ സാധിക്കുന്നു. ഖൽഖല എന്ന സിഫത്തില്ലെങ്കിൽ എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഖൽഖല ഉണ്ടായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് പറയാനുള്ള ഒരു അവസ്ഥ വന്നു. അതൊരു ഉദാഹരണം. അങ്ങനെ ഓരോ അക്ഷരങ്ങളും. അതുപോലെ തന്നെ കാഫിനും താഇനും അതിന് ഷിദ്ദത്ത് മാത്രമാണെങ്കിൽ മക്തബ് എന്ന് പറയേണ്ടിയിരുന്നു, അല്ലെങ്കിൽ യത്ലു എന്ന് പറയേണ്ടിയിരുന്നു. അതും ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഹംസ് എന്ന സിഫത്ത് അതിനുണ്ടായതുകൊണ്ട് അതും സുഖമായി ഇങ്ങനെ യത്ലു എന്ന് ഈസിയായിട്ട് സുഖമായിട്ട് പറയാനുള്ള ഒരു അവസ്ഥയിലെത്തി. ഇതൊക്കെ നാം ഇന്നലെ പറഞ്ഞിരുന്നു. അങ്ങനെ അപ്പോ അതിനുശേഷം ഇനി അതിന്റെ നേരെ വിപരീതമായ ഒരു സിഫത്താണ്, അഥവാ ഷിദ്ദത്ത് എന്നതിന്റെ വിപരീതമുള്ള സിഫത്താണിത്. റഹ്വ അല്ലെങ്കിൽ റഹാവത്ത് എന്ന് പറയുന്ന സിഫത്ത്. റഹാവത്ത് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? നാം നേരത്തെ പറഞ്ഞു, ഷിദ്ദത്തി എന്ന സിഫത്തുകളുടെ ആ ശബ്ദം പെട്ടെന്ന് പിടിച്ചു നിൽക്കും, നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം എന്താണ്? അതിന്റെ മഖ്റജ് ടച്ചായ കാരണമുള്ള ഒരവസ്ഥയാണ് ഇത് ഉച്ചരിക്കുമ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വലുതാക്കി ഉച്ചരിക്കാൻ സാധിക്കൂല. അതേ സമയത്ത് റഹാവത്ത് എന്ന സിഫത്തുള്ള അക്ഷരങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആ ശബ്ദത്തിനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അതിനെ റഹാവത്ത് എന്ന സിഫത്ത് പറയുന്നത്. റഹാവത്ത് അഥവാ ആ അക്ഷരത്തെ അതിന്റെ പ്രത്യേകിച്ച് സുക്കൂനാകുന്ന സമയത്ത്, ഇതൊക്കെ സുക്കൂനാകുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാവുക. നീട്ടി വലുതാക്കി ഉച്ചരിക്കാൻ സാധിക്കും. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബിസ്മി, അതുപോലെ തന്നെ മൗദൂബി, അതുപോലെ തന്നെ അഷ് അസ് അഹ് അഹ് ഇഹ് എന്നൊക്കെ പറയുന്ന പോലെ, അതായത് സുക്കൂനായിട്ട് വരുമ്പോ ആ അക്ഷരത്തിന്റെ ശബ്ദം അങ്ങോട്ട് വലുതാക്കി നീട്ടി ഉച്ചരിക്കാൻ സാധിക്കുക. ഈ ഒരവസ്ഥ അതിലുള്ള അക്ഷരങ്ങൾക്കാണ് റഹാവത്ത് എന്ന് പറയുന്നത്. അതേ സമയത്ത് അജിദു ഖത്ഇം ബക്കത്ത് എന്നതിൽപ്പെട്ട ആ അക്ഷരങ്ങൾക്കൊന്നും ഈ ഒരു അവസ്ഥയില്ല. അത് മുഅ്മിൻ, മജദ് എന്നൊക്കെ പറഞ്ഞ മാതിരി പെട്ടെന്ന് കഴിയുന്ന ഒരവസ്ഥ, നീട്ടാൻ സാധിക്കൂല. അപ്പോ ഇങ്ങനെ ഈ റഹാവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് ആലോചിക്കുമ്പോൾ, നമ്മള് ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടിയിരുന്നത് അത് അതിന്റെ മഖ്റജ് ടച്ചായതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കൂല. അതിന്റെ ശബ്ദം പെട്ടെന്ന് കഴിയും. മറ്റു അക്ഷരങ്ങളെ പോലെ നീട്ടി ഉച്ചരിക്കാൻ, അതിന്റെ ശബ്ദത്തെ വലുതാക്കി ഉച്ചരിക്കാൻ, നീട്ടി ഉച്ചരിക്കാൻ സാധിക്കൂല. ഈ അവസ്ഥക്കാണ് ഷിദ്ദത്ത് എന്ന് പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞതുപോലെ റഹാവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അക്ഷരങ്ങൾക്ക് സുക്കൂനാവുമ്പോ
എന്താവും, അത് വലുതാക്കി ഉച്ചരിക്കാൻ സാധിക്കും. അതാണ് ഈ റഹാവത്ത് എന്ന് പറഞ്ഞ സിഫത്തുള്ളത്. അതിനാണ് റഹാവത്ത് എന്ന സിഫത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. മനസ്സിലായില്ല? അപ്പൊ അതാണ് റഹാവത്ത്. പിന്നെ അതിന്റെ ഈ ഷിദ്ദത്ത് എന്ന അവസ്ഥയും അല്ല, റഹാവത്ത് എന്ന അവസ്ഥയും അല്ലാത്ത ചില അക്ഷരങ്ങളുണ്ട്. അതിനാണ് ബൈനിയ അല്ലെങ്കിൽ തവസ്സുഖ് എന്നൊക്കെ പറയുന്നത്. അതിന്റെ അക്ഷരാണ് ലിൻ ഉമർ എന്നതിൽപ്പെട്ട 5 അക്ഷരം. ലിൻ ഉമർ, അതാണ് ലാമ നൂന് ഐൻ മീം റ. അതിനെന്തുണ്ട്? ഈ ഷിദ്ദത്ത് എന്ന സ്വഭാവമല്ല, എന്നാലോ റഹാവത്ത് എന്ന സ്വഭാവത്തിലേക്ക് എത്തിയിട്ടില്ല. രണ്ടിന്റെ കൂടെ ഇടയിലാണ്. അതാണ് അൽ അൽ. നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചറിയാം, അസ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ സീന്റെ ശബ്ദം ഇങ്ങനെ, സീനിന് സുക്കൂനിട്ടിട്ടുള്ള ആ ശബ്ദത്തിന് ഒരു കോട്ടവും പറ്റാതെ കൂടുതൽ അതിനെ നീട്ടാൻ സാധിക്കും. ശബ്ദത്തിന് മാറ്റമൊന്നുമില്ല, അതിനെ വലുതാക്കി ഉച്ചരിക്കാൻ സാധിക്കും. അതേപോലെ റഹാവത്ത് എന്ന സുഹൃത്തുള്ള ഏതക്ഷരം അങ്ങനെ ആയിരിക്കും. എന്നാലോ ലിൻ ഉമർ എന്നതിലെ അക്ഷരങ്ങൾക്ക് ഈ സുക്കൂന് കൊടുത്തിട്ട് ഈ അവസ്ഥയിൽ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കും. അപ്പൊ അൽ, അതിനൊരു പരിധിയുണ്ട്. അൽ പിന്നെ നീട്ടുമ്പോ എന്താവും, അൽ പിന്നെ എന്നുള്ള ശബ്ദമായി വരും. ആ അൽ എന്ന ആ ശബ്ദത്തിന് മാറിയിട്ട് വേറെ ശബ്ദമായി വരും അവിടെ. അതായത് നമുക്ക് ബിസ് അസ് എന്ന് പറയുമ്പോ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതേപോലെ തന്നെ അൻ, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതുപോലെ തന്നെ എം, എന്നുള്ളതിനെ കൂടുതൽ നീട്ടാണെങ്കിലോ അങ്ങനെ ആയി കഴിഞ്ഞാൽ കൂടുതൽ കുറെ പരിധി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശബ്ദം മാറി വേറെ ശബ്ദമായി വരും. അപ്പോ അതിനെന്ത് പറയുന്നത് ഈ അക്ഷരം, അതാണ് മീഡിയം സൈസ് തവസ്സുഖ് അല്ലെ ബൈനിയ. ബൈനിയ എന്ന് പറഞ്ഞാല് ഈ ഷിദ്ദത്തിന്റെയും റഹാവത്തിന്റെയും ഇടയിലുള്ളതിനാണ് ബൈന എന്ന് പറയില്ല, അത് ബൈനിയ, രണ്ടിന്റെ ഇടയിലുള്ള. അല്ലെങ്കിൽ തവസ്സുഖ് മീഡിയം, സെൻട്രൽ, അങ്ങനെയൊക്കെ പറയാം. അപ്പോ ഈ സംഭവം ഇങ്ങനെയൊക്കെയാണ്. അതിന്റെ റഹാവത്ത് എന്നാൽ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അഥവാ റഹാവത്ത് എന്ന് പറഞ്ഞാല് ആ ശബ്ദം ഇങ്ങനെ നീട്ടി കൊണ്ടാവാൻ നമുക്ക് സാധിക്കും. അജിദ് ഷിദ്ദത്തിന്റെ എതിര്. അപ്പൊ അതാണ് സംഭവം. പിന്നെ ഇപ്പൊ എന്താണ് ഇപ്പൊ ആ വിഷയത്തിൽ പറയാനുള്ളത്? സംഗതി മനസ്സിലായത് അങ്ങനെയൊക്കെ ഈ വിഷയം മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ അത് ഇത്ര ഇല്ലാതൊന്നും പഠിക്കാനൊന്നുമില്ല. സിഫത്ത് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ സിഫത്ത് ഷിദ്ദത്താണ്. അതിന്റെ അക്ഷരങ്ങൾ അജിദു, ഖസൈൻ, ബഖത്ത് എന്നുള്ള അതിൽപ്പെട്ട അക്ഷരങ്ങളാണ്. പിന്നെ അതിന്റെ നേരെ എതിരുള്ളത് റഹാവത്ത് എന്നതാണ്. അതിന് റിഹ്വ എന്നും പറയുന്ന പേരുണ്ട്. റിഹ്വ എന്ന് പറയും, അല്ലെങ്കിൽ റഹാവത്ത് എന്ന് പറയും. ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അത് ഉച്ചരിക്കുന്ന സമയത്ത് അതിന്റെ ആ ശബ്ദത്തെ നീട്ടിക്കൊണ്ട് പോകാൻ സാധിക്കാതെ പെട്ടെന്ന് പിടിച്ചു വെക്കുന്ന ഒരവസ്ഥ. കൂടുതൽ ശബ്ദം നീട്ടിക്കൊണ്ടാൻ പറ്റില്ല. അതേ സമയത്ത് റഹാവത്ത് എന്ന് പറഞ്ഞാല് ആ ശബ്ദത്തെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. എന്നാലോ ബൈനിയ എന്ന് പറഞ്ഞാല് ഷിദ്ദത്തിന്റെ അവസ്ഥ തല്ലേനും റഹാവത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഈ ഒരവസ്ഥക്കാണ് ബൈനിയ എന്ന് പറയുന്നത്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞതൊക്കെ ഈ സിഫത്തുകളൊക്കെ ശരിക്ക് നമുക്ക് വ്യക്തമാണ്. ആ ഓരോ ഹർഫിനും സുക്കൂനാകുന്ന സമയത്താണ് വ്യക്തമാവുക. ഈ പറഞ്ഞ കൂട്ടത്തില് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, റഹാവത്തും ഷിദ്ദത്തും ഇതൊക്കെ, അഥവാ ഷിദ്ദത്ത് നമ്മൾ പറഞ്ഞപ്പോ എന്താ മനസ്സിലായത്? പെട്ടെന്ന് പിടിച്ചെടുക്കുന്ന അവസ്ഥ, ആ ശബ്ദം. ബൈനിയ അതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട്, പെട്ടെന്ന് പിടിച്ചെടുക്കുന്ന അവസ്ഥ ഇല്ലെങ്കിലും കുറച്ചുണ്ട്. റഹാവത്തിന്റെ അവിടേക്ക് എത്തിയിട്ടില്ല. ഇതൊക്കെ എപ്പോഴാണ് കാണിക്കുക? സുക്കൂനാവുമ്പോഴാണ് കാണിക്കുക. സുക്കൂനാവുമ്പോഴാണ് കാണിക്കുക. അഥവാ മുഅ്മിൻ എന്ന് പറയുമ്പോൾ ഹംസക്ക് സുക്കൂനാകുമ്പോൾ ആ ശബ്ദം പെട്ടെന്ന് കഴിഞ്ഞു. അൽഹംദു എന്നുള്ളത് പറയുമ്പോ ആ ലാമിന് സുക്കൂന്, അത് മറ്റതിനൊക്കെ കുറച്ച് വലുതായി അൽ. അതുപോലെ തന്നെ ബിസ്മി എന്ന് പറയുമ്പോ ഇതിനൊക്കെ അപേക്ഷിച്ച് സീനിനെ കുറച്ച് വലുതാക്കി, കൂടുതൽ വലുതാക്കാൻ സൗകര്യം കിട്ടി, വലുതാക്കി പറയണം എന്നർത്ഥം. ബിസ്മി ഇതൊക്കെ സുക്കൂനാകുമ്പോഴാണ്.
അതേ സമയത്ത് ഈ പറഞ്ഞ അക്ഷരങ്ങളൊക്കെ ഷിദ്ദത്താവട്ടെ, ബൈനിയാവട്ടെ, റഖാവത്താവട്ടെ, ഇത് എല്ലാ അക്ഷരങ്ങൾക്കും ഹർക്കത്താവുമ്പോ ഈ മാറ്റം ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഹർക്കത്താവുന്ന സമയത്തൊക്കെ ഓരോ അക്ഷരത്തിന്റെയും ആ ടൈം ഒരേ മാതിരിയായിരിക്കും. അത് ഒന്നുകൂടി പറഞ്ഞാല് മുഅ്മിൻ എന്ന് പറയുമ്പോ ആ സുക്കൂനുള്ള ഹംസനെ ഉച്ചരിക്കാൻ കുറഞ്ഞ സമയം വേണ്ടിയുള്ളൂ അല്ലെ, ഒരു സെക്കൻഡ് പോലും വേണ്ട. മുഅ്മിൻ പെട്ടെന്ന് കഴിഞ്ഞു. അതേ സമയത്ത് അൽഹംദു എന്നുള്ളോട്ട് ലാമ സുക്കൂനുള്ളതിന് പറയാണ് അൽഹംദു, ഏകദേശം ഒരു സെക്കൻഡോളം വന്നു എന്നിങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെ അതേ സമയത്തോ ബിസ്മി എന്ന് പറയുമ്പോ അതിനേക്കാൾ കൂടുതൽ സമയം സീനെടുത്തു ഉച്ചരിക്കാൻ. അങ്ങനെയല്ലോ അല്ലെ. മുഅ്മിൻ പെട്ടെന്ന് കഴിഞ്ഞു. അൽഹംദു അതിനേക്കാൾ കുറച്ച് ലാമ സുക്കൂനാണ്, കുറച്ച് സമയം എടുത്തു. അതേപോലെ ബിസ്മി എന്ന് പറയുമ്പോ അതിനേക്കാൾ കൂടുതൽ സമയം എടുത്തു. അപ്പോ മുഅ്മിൻ എന്നുള്ളതിന് ഉച്ചരിക്കാൻ ഒരു അര സെക്കൻഡ് ആണെങ്കിൽ അൽഹംദു എന്നുള്ളത് ലാമിന് സുക്കൂനുള്ളതിന് ഉച്ചരിക്കാൻ ഒരു സെക്കൻഡ് എടുത്തെങ്കിൽ ബിസ്മി എന്ന് ഉച്ചരിക്കാൻ സീന് സുക്കൂന് കൊടുത്ത് ഉച്ചരിക്കാൻ ഒരു 1.5 സെക്കൻഡ് വന്നു എന്ന് നമ്മൾ സങ്കല്പിക്കാം. കറക്റ്റായിട്ട് നമ്മൾ അളന്ന് പിടിച്ചിട്ടൊന്നല്ല, ഏതായാലും വ്യത്യാസം ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇങ്ങനെ മനസ്സിലാക്കിയതിന്റെ ശേഷം ഇനി ഫത്ഹു കസ്ർ ബമ്മ് ഇത് വരികയാണെങ്കിലോ, അത് ഈ പറഞ്ഞ അക്ഷരങ്ങൾക്കൊക്കെ അങ്ങനെ കൊടുക്കുകയാണെങ്കിലോ ഈ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയത് എന്നർത്ഥം. അഥവാ അൽഹംദു പറയുമ്പോ ആ എന്നുള്ളത് നമ്മൾ ഉച്ചരിച്ചത്, അല്ലെങ്കിൽ കതബ, അല്ലെങ്കിൽ വേറെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്നുള്ളത് എന്താണ്? പിന്നെ ബാദ് അതിലെ ബാ അജിദു ഖസിൻ ബക്കത്തി എന്നതിൽ ഷിദ്ദത്തുള്ള അക്ഷരം, ഉമർ എന്നതിൽ ബൈനിയുള്ള അക്ഷരം, പിന്നെ ബാദ് റഖാവത്ത് എന്ന സിഫത്തുള്ള അക്ഷരം. ഉദാഹരണം മനസ്സിലായില്ല? എന്ന് പറയാന് ബാദ് ഉച്ചരിക്കാനും ഒരേ ടൈമേ വേണ്ടുള്ളൂ, റ ഉച്ചരിക്കാനും ഒരേ ടൈമേ വേണ്ടുള്ളൂ, ബ ഉച്ചരിക്കാനും ഒരേ ടൈമേ വേണ്ടുള്ളൂ. ബറബ എന്ന് പറയുമ്പോൾ ബാദിന് അര സെക്കൻഡ് ആണെങ്കിൽ റ എന്ന് പറയാനും അര സെക്കൻഡ്, ബ എന്ന് പറയാനും അര സെക്കൻഡ്. ഇതിന് മാറ്റമില്ല. അതേസമയത്ത് ഇതിനൊക്കെ സുക്കൂനായിട്ട് വരികയാണെങ്കിലോ ഇതിന്റെ ബാദിന് കൂടുതൽ സമയം വേണ്ടി വരും, അതിന്റെ താഴെ വേണ്ടിയുള്ള റായിന് അത്തിരും വേണ്ടി വരില്ല ബായിന്. അപ്പൊ സംഗതി പിടിച്ചാൽ കിട്ടിയാ? അപ്പൊ സംഗതി മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. മനസ്സിലായില്ല? മനസ്സിലാക്കി വെച്ചാ പോരാ, നമ്മളെ പാരായണത്തിൽ അങ്ങനെ വരണം. അതാണ് അഊദു എന്ന് പറയുമ്പോ അഊദു ആവരുത് എന്ന് പറയുന്നത്. അത് തന്നെ മഗ്ദൂബി എന്ന് പറയുമ്പോൾ മഗ്ദൂബി എന്നല്ലാതെ പെട്ടെന്ന് മഗ്ദൂബി ആവരുത്, മഗ്ദൂബി എന്ന് പറയണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നഅ്ബുദു എന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും വലുതാവണം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോ ഷിദ്ദത്തി എന്നൊരു സിഫത്ത് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ഷിദ്ദത്തി എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ അക്ഷരങ്ങൾ അജിദു ഖത്തിൻ ബക്കത്തി എന്ന അക്ഷരങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അതിനൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതിന് പ്രയാസത്തിന് ഒഴിവാൻ വേണ്ടിയിട്ടാണ് ഖൽഖല എന്ന സിഫത്ത് വന്നത്. ഖുതുബ് ജദി എന്ന അജിദു ഖത്തിൻ ബക്കത്തി എന്നതിൽപ്പെട്ട ഖുതുബ് ജദി എന്ന അക്ഷരങ്ങൾക്ക് സുക്കൂനാകുമ്പോൾ ആ പ്രയാസം നീങ്ങാനാവാൻ വേണ്ടിയിട്ടാണ് അതിന് ഖൽഖലത്ത് എന്ന സിഫത്ത് കൊടുത്തിട്ട് അങ്ങനെ ഉച്ചരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ കാഫിനും തായും ഈ ശിദ്ധത്തിനോട് കൂടെ തന്നെ അതിന്റെ ആ പ്രയാസം ആ ഹംസ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി കിട്ടും, സുഖമായിട്ട് ഉച്ചരിക്കാൻ സാധിക്കും. ഇതും നമ്മൾ മനസ്സിലാക്കി. പിന്നെ ആ ശിദ്ദത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ ആ മഖ്റജ്, ആ അക്ഷരം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവേണ്ട രണ്ട് സ്ഥലം തമ്മിൽ പൂർണ്ണമായിട്ടും ഒന്ന് മറ്റൊന്നിനോട് ചേർന്നിട്ട് ഏറെ പുറത്ത് പോവാത്ത അവസ്ഥയിൽ ടച്ചായിട്ടാണ് ഈ അക്ഷരത്തെ ഉച്ചരിക്കുക. അതുകൊണ്ടാണ് ഈ ശിദ്ദത്ത് എന്ന് പറഞ്ഞത്. അതാണ് ശിദ്ദത്ത് പറഞ്ഞാലുകൊണ്ടുള്ള ഉദ്ദേശം. ഇത് നമ്മൾ മനസ്സിലാക്കി. എന്നാ ഇതിനേക്കാൾ ഇതിന്റെ ഈ പറഞ്ഞതിന്റെയൊക്കെ നേരെ വിപരീതാണ് റഖാവത്ത് എന്ന് പറഞ്ഞു. അതിന്റെ അക്ഷരങ്ങൾ ഈ അജിദു ഖത്തിൻ ബക്കത്തി എന്നത് കഴിച്ച് ലിൻ ഉമർ എന്നത് കഴിച്ച് ബാക്കിയുള്ള അറബി അക്ഷരങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കി. എന്നാൽ ഈ റഖാവത്ത് പറഞ്ഞാൽ എന്താണ്? അത് ഈ അക്ഷരം അങ്ങനെ ഉച്ചരിക്കുമ്പോൾ എത്ര സുക്കൂനായിട്ട് വരുമ്പോ വലുതാക്കി ഉച്ചരിക്കാൻ സാധിക്കുന്ന ഒരക്ഷരം. മനസ്സിലായില്ല? അപ്പൊ ഈ രണ്ടവസ്ഥയിലല്ലാത്ത അതിന്റെ രണ്ടിനും കൂടി ഇടയിലുള്ളതാണ് ലിൻ ഉമർ എന്ന അക്ഷരങ്ങൾ. അൽ, അൻ,
എന്ന് പറയുന്ന പോലെ ഇത്ര നീട്ടി ഉച്ചരിക്കാൻ റഹാവത്ത് എന്ന അക്ഷരങ്ങൾ നീട്ടി ഉച്ചരിക്കുന്നത് പോലെ ഇതിന് ഉച്ചരിക്കാൻ സാധിക്കൂല. എന്നാലോ ശിദ്ദത്തിനേക്കാൾ കുറച്ച് കൂടുതൽ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. പുറമെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പെട്ടെന്ന് ശിദ്ദത്തി എന്ന അവസ്ഥയും റഹാവത്തി എന്ന അവസ്ഥയും ബൈനിയ അതൊക്കെ സുക്കൂനായി വരുമ്പോഴാണ് അതിന്റെ ആ ടൈം വ്യത്യാസങ്ങൾ, ഉച്ചാരണത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക. അതേ സമയത്ത് ഫത്ഹോ കസ്റോ ബമ്മോ ഒക്കെ ആവുമ്പോൾ ഒരേ ടൈമിനെ വേണ്ടി വരുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. എന്നാലും അവിടെ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഹർക്കത്താവുന്ന സമയത്തും ആ സിഫത്തിന്റെ പൂർണ്ണമായ സിഫത്തിന്റെ രൂപം സുക്കൂനാവുമ്പോഴാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. പക്ഷെ ഹർക്കത്താവുന്ന സമയത്തും അതിന്റെ ചെറിയ ഒരു അംശം ഉണ്ടാക്കണം. ഉദാഹരണം കതബ എന്ന് പറയുമ്പോ കാഫിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശിദ്ദത്താണ്. നെ നമ്മൾ പറഞ്ഞു ശിദ്ദത്താണ്. അതിന്റെ പുറമെ അതിന് ഹംസുമുണ്ട്. അപ്പോ സുക്കൂനാണ് ആവുന്ന സമയത്ത് നമ്മൾ മഖ് എന്ന് ആദ്യം ശിദ്ദത്ത് കൊടുക്കുന്നു, പിന്നെ ഹംസ് എന്ന സിഫത്ത് കൊടുത്തിട്ട് മഖ് എന്ന് പറഞ്ഞു നിർത്താതെ മഖ് എന്നാക്കി ഉച്ചരിക്കുന്നു. അതുപോലെ തന്നെ യത് എന്ന് പറഞ്ഞു നിർത്താതെ യത്ലു എന്ന് പറയുന്ന അവസ്ഥ. ഇത് സുക്കൂനാകുമ്പോൾ ശരിക്കും കേൾക്കാൻ സാധിക്കുമെങ്കിലും ഹർക്കത്താവുമ്പോൾ എന്ത് വേണം, ഈ ചെറിയ അവസ്ഥ നമുക്ക് കേൾക്കാൻ സാധിക്കണം. ഇതുപോലെ ഇയ്യാക എന്ന് മലയാളത്തിലെ കാഫിനെ കാന ഉച്ചരിക്കണ മാതിരി പറഞ്ഞാല് ഇയ്യാക എന്ന് പറയുമ്പോ ഈ അതിന്റെ ആ ഉച്ചാരണത്തിൽ ഈ ശിദ്ദത്തോ ഹംസോ വരൂല. അങ്ങനെയല്ല, അപ്പൊ ശബ്ദം കേൾക്കാം. ക എന്ന് പറയുമ്പോൾ കേൾക്കൂല, അപ്പൊ കേൾക്കും. അപ്പൊ അതുപോലെ തന്നെ എന്ന് പറയുന്ന അത്ര ഉഷാറില് എന്ന ഉഷാറില് ഹർക്കത്താവുമ്പോ കേൾക്കൂല. എന്നാലും ഈ ചെറിയ ഒരവസ്ഥ അതിൽ നമ്മൾ ഉൾക്കൊള്ളിക്കണം. അഥവാ അവരുടെ അന്ത എന്നായാൽ ഈ അവസ്ഥ ഒന്നും കാണിക്കൂല. അതേസമയത്ത് അങ്ങനെ. അപ്പോ ഇതൊക്കെ പറഞ്ഞ എന്താണ്, ഓടുമ്പോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. അതിനല്ല ഇപ്പൊ ഇതൊക്കെ പറയണത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങൾ, ശിദ്ദത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങള്, റഹാവത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ ഇടയിലുള്ള ബൈനിയ അതിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, സുക്കൂനാവുമ്പോഴുള്ള പ്രത്യേകതകൾ, സുക്കൂനാവാത്ത സമയത്തും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണവരൊക്കെ ഒന്ന് കുറെ കണ്ട് മനസ്സിലായവരൊക്കെ ഒന്ന് എസ്റ്റടിക്ക്, കുറച്ചൊക്കെ സംഗതി പുസ്തകം കിട്ടിയവരൊക്കെ ഒന്ന് എസ്റ്റടിക്ക്. ആളുകൾ കുറവുണ്ടെന്ന് കേൾക്കുന്ന ആളുകളൊക്കെ കുറവാണ്, ഐഡിയ മാത്രമേ ഉള്ളൂ. സൗലത്തിനൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഒരിക്കലും മറക്കൽ എന്നതായ സംഭവങ്ങൾക്ക് പിടുത്തം കിട്ടി. ഇനിയിപ്പോ എന്താ നമ്മളെ ഇത് എന്ന് പറഞ്ഞാല് ഓതുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇങ്ങനെ ഓതി ശീലിക്കലാണ് നമ്മളെ പ്രയത്നം. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓതുമ്പോ ഈ അവസ്ഥകളൊക്കെ വരണം. ഈ അവസ്ഥ ഒക്കെ ഉണ്ടല്ലോ, ഈ സിഫത്തിലെ ഈ മെയിൻ കാര്യം ഈ ശിദ്ദത്തൊക്കെ തന്നെ, ശിദ്ദത്തും റഹാവത്തും ബൈനിയൊക്കെ തന്നെ. ഇത് നമ്മൾ ഓതുമ്പോൾ ശരിക്കത് പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ചാൽ നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ ഓത്തിന്റെ പോരായ്മ നമുക്ക് തീർന്നു കിട്ടും. മനസ്സിലായില്ല? അപ്പൊ ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. അപ്പൊ ഇനി കൂടുതൽ പറയാതെ നമുക്ക് എന്ത് ചെയ്യാം, ഓത്തിലേക്ക് പ്രവേശിക്കാം. നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് ജഹ്ർ ഹംസ് എന്ന സിഫത്തിനെ കുറിച്ചും ജഹ്ർ എന്ന സിഫത്തിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. സംഗതികളൊക്കെ ഏകദേശമൊക്കെ സാമ്യം തന്നെയാണ്. അങ്ങനെ അപ്പോ ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതണം. ഇനി സൂറത്തുൽ ഫാത്തിഹയൊക്കെ ശരിക്ക് കുറെയൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഭാഗം കണ്ടെത്തിയിട്ട് അവിടെ ഓതാം. സൂറത്തുൽ ഫാത്തിഹ നമുക്ക് നിസ്കാരത്തിന് നിർബന്ധമായ കാര്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ആയത്തുൽ കുർസി ഒന്ന് ശരിക്കാക്കുക. കാരണം ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത്. മാത്രമല്ല നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ ആയത്തുൽ കുർസി എന്താണ് ഓതേണ്ടതുണ്ട്. ആയത്തുൽ കുർസി ഓതുന്ന നിസ്കാരത്തില്ല, ഫർള് നിസ്കാരത്തിന്റെ ഇടയിൽ ദായിമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഓതുന്ന ആളുടെ മരണമല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എത്ര വേണ്ടുള്ളൂ, മരിച്ചു കിട്ടിയാൽ മതിയെന്നാണ്.
നിസ്കാരത്തിന്റെ ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ സ്വർഗത്തിൽ പ്രവേശനയിലും മരിച്ചു കിട്ടേണ്ട താമസമുള്ളൂ എന്നാണല്ലോ ദായിമാക്കിയവർക്കുള്ള പ്രതിഫലം. അപ്പൊ ആ ഓത്തൊക്കെ എന്താണ് ശരിക്കാവണം. അതിന്റെ ബാക്കിലുള്ള ഒരു കാര്യം അതാണ്. ആയത്തുൽ കുർസി ഓതുമ്പോൾ അത്രയും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് ഓതുന്നത് ആയത്തുൽ കുർസി ആവണം. ആയത്തുൽ കുർസി ആവണമെങ്കിൽ നമുക്കിഷ്ടമുള്ള ശബ്ദത്തിൽ അതിലുള്ള അറബി അക്ഷരങ്ങളെ നമുക്കിഷ്ടമുള്ള നമുക്ക് തോന്നുന്ന അവസ്ഥയിൽ ഉച്ചരിച്ചുകൊണ്ട് ഇതാവൂല. എപ്പോഴാണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓതി കേൾപ്പിച്ച മാതിരി നമ്മൾ ഓതാൻ ശ്രമിക്കണം. അപ്പൊ ചിന്തിക്കും, അന്ന് 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓതി കേൾപ്പിച്ച എപ്പോഴും എങ്ങനെ നമ്മൾ ഓതാന്ന് ചിന്തിക്കും. അങ്ങനെയല്ല, അത് എങ്ങനെ ഓതേണ്ടതെന്ന് അന്ന് സഹാബത്ത് മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ സഹാബത്ത് മുതൽ പിന്നെ താബിഈങ്ങൾ അങ്ങനെ ഇമാമുകളായിട്ട് നമ്മളിലേക്ക് ഈ വിഷയം എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ നിസ്കാരം 5 വക്ത് നിസ്കാരം ഫർദാനിൽ നിന്ന് നമുക്ക് എങ്ങനെ കിട്ടിയത്, അതേപോലെ തന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹി ഖുർആൻ പാരായണം ചെയ്തിരുന്നത് അതൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കഴിവിന്റെ പരമാവധി ശ്രമിച്ച് ഓതാണ് നമ്മൾ ആവശ്യം. അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. സൂറത്തുൽ ഫാത്തിഹ നമുക്ക് ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله العلي العظيم. अब इंशाअल्लाह सूरत अल फातिहा हो गया.